വാർത്താരംഭം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ സന്ദർശനത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി വി അരുൺ ഉൾപ്പെടെ വാർത്താരംഭത്തിൽ ചേരും. പക്ഷേ നമ്മൾ ആദ്യം പോകുന്നത് ദേശീയ വാർത്തകളിലേക്ക് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് ഡൽഹിയിൽ പ്രചാരണം നടത്തും. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി പ്രചാരണം നയിക്കുമ്പോൾ അമേഠിയിൽ അമിത്ഷായുടെ റാലി നിശ്ചയിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, 5ാം ഘട്ട പരസ്യപ്രചാരണം അവസാനിക്കുന്നു. മണ്ഡലങ്ങൾ കുറവ് എങ്കിലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ആണല്ലോ ഇനിയിപ്പോൾ വിധിയെഴുത്ത് നടക്കാൻ പോകുന്നത്. പ്രചാരണം എത്രത്തോളം ശക്തമാണ്? പ്രമുഖ നേതാക്കളുടെ പരിപാടികൾ എവിടെയൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? അഭിലാഷ്, 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങൾ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചിത്രമെടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ 5ാം ഘട്ടത്തിലായിരിക്കും. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, VIP മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു, വോട്ടെടുപ്പിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. UP യിൽ തന്നെ അമേഠി, റായ്ബറേലി, ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വിധിയെഴുതുകയാണ്. ഒപ്പം മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈയിലെ നഗര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ മേഖലയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് UP യിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ UP യിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി വിജയിച്ചത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ 13 മണ്ഡലങ്ങളിലും വിജയം BJPക്കൊപ്പമായിരുന്നു. മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മണ്ഡലങ്ങളിൽ അന്ന് ശിവസേനയും ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും BJPയും സഖ്യമായാണ് മത്സരിച്ചത്. ആ 13-ൽ 13 വിജയിച്ചത് NDA സഖ്യമായിരുന്നു. അങ്ങനെ BJP വലിയ മുന്നേറ്റമുണ്ടാക്കിയ മേഖലയിൽ ഇത്തവണ ഇന്ത്യ സഖ്യം ഏതായാലും വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും പ്രചാരണത്തിൻ്റെ ഈ അവസാന ദിവസത്തിൽ, പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ അവസാന ദിനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ UP യിലുണ്ട്. പ്രത്യേകിച്ച് റായ്ബറേലിയിൽ മത്സരിക്കുന്നത് സോണിയാഗാന്ധി അല്ലെ തവണ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ് ഈ അവസാന ദിനത്തിൽ പ്രചാരണ രംഗത്തുള്ളത്. ഇന്നലെ സോണിയാഗാന്ധി മകന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായി മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയിരുന്നു. വൈകാരികമായ പ്രസംഗം സോണിയ റായ്ബറേലിയിൽ നടത്തുകയും ചെയ്തു. അതായത് തന്നെ സ്വീകരിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെയും ഏറ്റെടുക്കണമെന്നായിരുന്നു സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന. ഇന്നേതായാലും ഈ അവസാന ദിനത്തിൽ പ്രിയങ്ക ഗാന്ധി കൂടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചോദിച്ച് റായ്ബറേലിയുണ്ട്. അമേഠി കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് BJP പിടിച്ചെടുത്ത മണ്ഡലമാണ്. അവിടെ അമിത്ഷായാണ് ഇന്ന് അവസാന ദിനത്തിൽ പ്രചാരണ രംഗത്തുള്ളത്. ഇന്നലെ റായ്ബറേലിയിലും അമിത്ഷാ പ്രചാരണം നടത്തിയിരുന്നു. അപ്പോൾ UP കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രചാരണം നടത്തുന്നത്. കാരണം UP ആണ് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ വിജയത്തിലേക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നയിച്ചത്. ആ ഒരു ബോധ്യം ഏതായാലും BJPക്കുണ്ട്. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം 49 മണ്ഡലങ്ങൾ ഏതായാലും മറ്റന്നാൾ വിധിയെഴുതുകയാണ്. അഭിലാഷ്, റൈറ്റ്. ഈ തരത്തിൽ ഈ 5ാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ER രാഗേഷ് സൂചിപ്പിക്കുന്നത് പോലെ മണ്ഡലങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ആണ് ജനവിധി എഴുതാൻ പോകുന്നത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖരായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാവരും വളരെ സജീവമാണ്. അടുത്ത ഘട്ടങ്ങളിലേക്ക് 6ഉം 7ഉം ഘട്ടങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണം ആണ് നേതാക്കൾ നയിക്കുകയും ചെയ്യുന്നത്. ഇതിനിടെ രാഹുൽ ഗാന്ധി ഇന്നലെ ന്യൂസ് 18 എക്സ്ക്ലൂസീവായ പ്രതികരണം നൽകിയിരുന്നു. ന്യൂസ് 18 വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. പൊതുവെ എല്ലാ മാധ്യമങ്ങളോടും ഒരുമിച്ചാണ് പ്രതികരിക്കാറ് എങ്കിൽ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചിരുന്നു. അതായത് ഇന്ത്യ സഖ്യമാണ് അധികാരത്തിലേറുന്നത് എങ്കിൽ ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രിമാർ ഉണ്ടാകും. അങ്ങനെ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അതേസമയം നരേന്ദ്രമോദി അടുത്ത തവണ പ്രധാനമന്ത്രിയാകില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. NDAക്ക് 180 മുതൽ 200 വരെ സീറ്റുകളിൽ കൂടുതൽ ലഭിക്കില്ല എന്നും രാഹുൽ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് പല പ്രധാനമന്ത്രിമാർ ഉണ്ടാകില്ല. പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണി തീരുമാനിക്കും. ഇന്ത്യ മുന്നണിയുടെ അജണ്ട സാധാരണ ജനങ്ങൾ തീരുമാനിച്ചതാണ് എന്നും രാഹുൽ ഗാന്ധി ന്യൂസ് 18 പറഞ്ഞു. कांग्रेस नेता राहुल गांधी हमारे साथ हैं. राहुल गांधी जी, अमित शाह 4 राउंड के बाद ही कह रहे हैं 272 का आंकड़ा तो पार हो गया. प्रधानमंत्री कह रहे हैं 400 में कोई दिक्कत नहीं है. आप इतना घूम रहे हैं, आपको क्या लग रहा है, संख्या क्या है?
सबसे पहले दो चीज़ें हैं। एक, मुझे नहीं लग रहा है कि उनको 180-200 से ज़्यादा मिलेगी। नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे, ये तो आप लिख के ले लीजिए मुझसे। मगर मेन जो मुद्दा है चुनाव का, ये जो इन्होंने कॉन्स्टिट्यूशन पर अटैक किया, जो इनके नेता कह रहे हैं, ओपनली कह रहे हैं कि हम कॉन्स्टिट्यूशन को बदल देंगे, फेंक देंगे, रिजर्वेशन पे जो अटैक किया, बेरोजगारी, जो करोड़ों युवाओं को इन्होंने बेरोजगार किया। बहुत अच्छा चुनाव होगा हमारा, इंडिया की सरकार बनेगी। राहुल जी, एक सवाल बड़ा, आप कितने सालों से मैं पूछ रहा हूँ आपसे, आप एक मैनिफेस्टो लाए, इस चुनाव में सबसे ज्यादा चर्चा उसी मैनिफेस्टो की हो रही है, लेकिन मैनिफेस्टो इम्प्लीमेंट कौन करता है? वो करता है जो प्रधानमंत्री होता है। तो आपने जब मैनिफेस्टो बनाया है तो इम्प्लीमेंट तो आप ही करेंगे ना? देखिए, मैनिफेस्टो बड़ी इंटरेस्टिंग बात है। मैनिफेस्टो में 2-3 बड़ी इश्यूज थी, ठीक है, महालक्ष्मी, पहली नौकरी पक्की, किसानों का कर्जा, और वो बड़ी इंटरेस्टिंग बात मैं आपको बताऊं, वो एक्चुअली भारत जोड़ो यात्रा में से आई है। वो मेरी सोच नहीं है। भारत जोड़ो यात्रा पहली वाली है, भारत जोड़ो न्याय यात्रा में से ये पूरा का पूरा थीम हिंदुस्तान के जनता ने मुझे बताया, हमें बताया। जो जैसे हमने जो महालक्ष्मी योजना की है, महिलाओं ने हमें बताया कि अगर आप पैसा महिलाओं को दोगे तो उसका बिल्कुल अलग मतलब होगा। तो ये आइडियाज़ हमने जनता से लिए हैं। तो मैनिफेस्टो हमारा नहीं है, जनता का है। नहीं, लेकिन इम्प्लीमेंट आप करेंगे ना? अब वो तो देखिए, इंडिया गठबंधन में डिसीजन लिया गया है, जब हम जीतेंगे इंडिया गठबंधन डिसाइड करेगा कौन वो प्रधानमंत्री। कह रहे हैं कि हर बार एक साल पे चेंज करने के प्रधानमंत्री। वो तो ऐसे नहीं होगा, मगर इंडिया गठबंधन डिसाइड करेगा। एक सवाल ये भी जरा बताइए राहुल जी, एक सवाल हो गया। अच्छा, ठीक है, तो ये വളരെ തിരക്കുകൾക്കിടയിൽ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം ന്യൂസ് 18 രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഡൽഹിയിലാണ് പ്രചാരണത്തെ നയിക്കാൻ പോകുന്നത്. ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഡൽഹിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ കനയ്യകുമാറിന് നേരെ ഇന്നലെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പ്രചാരണത്തിനിടെ ആണ് പൂമാല ഇടാൻ എന്ന വ്യാജേന എത്തി ആക്രമണം നടന്നത്. സംഭവത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. AAP നേതാവും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. AAP കൗൺസിലർ ഛായ ശർമ്മയും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ മനോജ് തിവാരിയുടെ, BJP നേതാവ് മനോജ് തിവാരിയുടെ അനുയായികളാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ വടക്ക് കിഴക്കൻ ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് കനയ്യകുമാർ. കനയ്യകുമാറിന് ജനസമ്മതി വർദ്ധിക്കുകയാണ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണം. ഇതേ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ AAPയെ വെട്ടിലാക്കിയിട്ടുള്ള മറ്റൊരു സംഭവം ആയിരുന്നു. AAP നേതാവ്, പ്രത്യേകിച്ച് രാജ്യസഭ MPക്ക് നേരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PAയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന വെളിപ്പെടുത്തൽ. ഈ ആക്രമണ പരാതിയിൽ കേസ് എടുത്തതിന് പിന്നാലെ സ്വാതി മാലിവാളിനെതിരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ PA ബിഭവ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി, അനുമതിയില്ലാതെ മുഖ്യമന്ത്രി താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് അതിക്രമിച്ചു കയറി എന്നുമാണ് ആരോപണം. ബിഭവ് കുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഇതിപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ അതിക്രമിച്ചു കയറിയെങ്കിൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെങ്കിൽ അതിനൊക്കെ നേരത്തെ പരാതി നൽകാനുള്ള സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇപ്പോഴിങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്നു? വിഭവിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം പോലീസ് ഓഫീസിലൊക്കെ എത്തി രേഖകളും മറ്റുമൊക്കെ ശേഖരിച്ച പശ്ചാത്തലമുണ്ടല്ലോ. അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കുന്ന സംഭവമാണ് സ്വാതി മാലിവാളിന്റെ പരാതി. കാരണം സ്വാതി മാലിവാൾ ഇപ്പോൾ ഇന്നലെയാണ് സ്വാതി മാലിവാളിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. അതായത് തന്നെ ആക്രമിച്ചു, അടിവയറ്റിൽ ചവിട്ടി അടക്കമുള്ള ഗുരുതരമായ പരാതിയാണ് സ്വാതി മാലിവാൾ ഉന്നയിച്ചിരുന്നത്. അതിനൊരു കൗണ്ടർ പരാതി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ബിഭവ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. ബിഭവ് കുമാർ പറഞ്ഞിരിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് സ്വാതി മാലിവാൾ ഇത്തരത്തിൽ ഓഫീസിലേക്ക് എത്തിയതെന്നാണ്. തുടർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനുശേഷം അനുമതിയില്ലാതെ, കാരണം കെജ്രിവാളുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല, അനുമതിയില്ലാതെ ഓഫീസിൽ കയറാൻ ശ്രമിച്ചു. മാത്രവുമല്ല സെക്യൂരിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് അവർ മടക്കി അയക്കുകയായിരുന്നു എന്നാണ് പരാതി. മറിച്ച് തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ബിഭവ് കുമാർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ സ്വാതി മാലിവാളിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മന്ത്രി അതിഷി മെർലാന ഇന്നലെ വ്യക്തമാക്കിയത്
BJPയുടെ തിരക്കഥ അനുസരിച്ചാണ് സ്വാതി മാലിവാൾ പ്രവർത്തിക്കുന്നെന്ന ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണം ഉന്നയിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആം ആദ്മി പാർട്ടി ആർക്കൊപ്പമാണ് ഈ വിഷയത്തിൽ എന്നത് വ്യക്തമാണ്. നേരത്തെ സഞ്ജയ് സിംഗ് ഇത്തരത്തിൽ വിഭവ് കുമാറിന് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നു. അതായത് വിഭവ് കുമാറിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പോലീസ് ഇന്നലെ ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് CCTV അടക്കമുള്ളവ പരിശോധിക്കുന്ന നടപടിയിലേക്കും പോലീസ് കടന്നിരുന്നു. അതിനിടയിൽ ഇപ്പോൾ സ്വാതി മാലിവാൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് CCTVയിൽ ടാമ്പറിംഗ് നടന്നു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം സ്വാതി മാലിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ഈ വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് സ്വാതി മാലിവാൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകും. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ BJP ഏറ്റെടുത്തിരിക്കുന്നു. BJP ദേശീയ അധ്യക്ഷൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അതായത് കെജ്രിവാൾ ഓരോ ദിവസം കഴിയുന്തോറും കെജ്രിവാൾ തുറന്നു കാട്ടപ്പെടുകയാണ്, കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തുറന്നു കാട്ടപ്പെടുന്നു എന്ന പ്രതികരണമാണ് JP നഡ്ഡയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹി വോട്ടെടുപ്പിലേക്ക് പോകുന്നത് 25-ാം തീയതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ഒരു ആയുധമാക്കി മാറ്റുകയാണ് BJP. ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് ER രാഗേഷ് പങ്കുവച്ചത്. ഇനി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വാർത്ത എന്നത് സോളാർ സമര വിവാദവുമായി ബന്ധപ്പെട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയം നടത്തിയ വെളിപ്പെടുത്തൽ ആണ്. സമരം ഒത്തുതീർപ്പാക്കുന്നതിന് CPIM ശ്രമിച്ചു, സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ ജോൺ ബ്രിട്ടാസ് MP ആണ് ഈ വിഷയത്തിൽ ആവശ്യമുന്നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആയിരുന്നു ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വെളിപ്പെടുത്തൽ CPIMനെ വെട്ടിലാക്കിയിട്ടുള്ള പശ്ചാത്തലം ആണ്. മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിനോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനിടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി തലസ്ഥാനത്ത് മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 3:15 മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, നമുക്ക് മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിലേക്ക് പോകാം. അതിനു മുമ്പ് ഇപ്പോൾ ഈ സോളാർ വിവാദത്തിന്മേൽ പ്രമുഖരായ നേതാക്കൾ പ്രതികരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇന്നലെ ജോൺ ബ്രിട്ടാസ് ഇത് തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വൈകിട്ട് 4 മണിയോടുകൂടി ചെറിയാൻ ഫിലിപ്പ് വാർത്താസമ്മേളനം നടത്തി. ഈ വിഷയം അങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തുക, അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെയോ പ്രതികരണത്തിൽ നിന്നൊഴിഞ്ഞു മാറി നേതാക്കൾ പോകാനാണോ സാധ്യത? അഭിലാഷ്, സോളാർ സമരം ഒത്തുതീർക്കാൻ ഇടനില നിന്നു എന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ അവകാശവാദത്തിൽ പ്രധാനപ്പെട്ട പ്രതികരണം ഉണ്ടാകേണ്ടത്, അതിന് കൃത്യമായ സ്ഥിരീകരണം നൽകേണ്ടത് രണ്ടുപേരാണ്. ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ആരോപണം പൂർണ്ണമായും തള്ളി. പക്ഷേ അങ്ങനെ ഒത്തുതീർപ്പ് നടന്നു, സമരം തീർന്നത് അവസാനിച്ച ഒത്തുതീർപ്പിൻ്റെ ഭാഗമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്താണ് സംഭവിച്ചത്, സോളാർ സമരത്തിൽ എന്ത് ഡീലാണ് ഇപ്പോഴും ഇവർ പറയുന്ന. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയാൻ ഫിലിപ്പൊക്കെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ നാടിൻ്റെ നന്മയെ കരുതി, അതായത് തലസ്ഥാനം കലാപഭൂമിയായി മാറും, കൈവിട്ടു പോകും സമരം എന്ന ആശങ്ക CPIMനും കോൺഗ്രസ് നേതൃത്വത്തിനും അന്നത്തെ ഭരണ പക്ഷത്തിനും ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ കലാപം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ഒത്തുതീർപ്പിലേക്ക്, സദുദ്ദേശത്തോടുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി അവസാനിച്ചതാണ് ഈ സമരമെന്ന ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതും അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബ്രിട്ടാസും ഒക്കെ പറഞ്ഞ് അതേപടി വിശ്വസിക്കണമോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ ഡീൽ ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴും, ആ നിഗൂഢതയാണ് ഇപ്പോഴും ഈ സോളാറിനെ ചുറ്റിപ്പറ്റി ഉള്ളത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. തിരുവഞ്ചൂർ ഇന്നലെ ബ്രിട്ടാസ് പറഞ്ഞതെല്ലാം ശരിയെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ജോൺ മുണ്ടക്കെ തള്ളിപ്പറയുകയും ചെയ്തു. അതിനോട് ചേർന്ന് പോകുന്ന പ്രതികരണമാണ് ചെറിയാൻ ഫിലിപ്പ് നടത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തോ ഒരു രാഷ്ട്രീയ ഡീൽ ഇതിന് പിന്നിലുണ്ട് എന്ന സംശയം അന്നു മുതൽ, ഈ സോളാർ സമരം അവസാനിക്കുന്നു എന്ന വാർത്ത വന്ന മിനിറ്റുകൾ മുതൽ ശക്തമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉള്ളതാണ്. സമരം വലിയ വിജയമെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെട്ടത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്നാൽ സെക്രട്ടേറിയറ്റിനെ ചുറ്റി മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട സമരത്തിൽ പ്രതിപക്ഷം പിന്മാറിയത് വലിയ വിജയമായി എന്ന് സർക്കാരും എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റെന്തോ വലിയൊരു നിഗൂഢ രഹസ്യമുണ്ട്, രാഷ്ട്രീയ രഹസ്യമുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന വിമർശനം ഇപ്പോഴും ശക്തമായി ഉന്നയിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. കാരണം CPM ഇടതുമുന്നണി ഒരിക്കലും ചെയ്തില്ലാത്ത തരത്തിലുള്ള, കേരളം ഒരിക്കലും കണ്ടില്ലാത്ത തരത്തിലുള്ള സമരമായിരുന്നു സോളാർ സെക്രട്ടേറിയറ്റ് ഭാഗമായുള്ള സെക്രട്ടേറിയറ്റ് വളയൽ. അത് കൈവിട്ടു പോകുമെന്ന സ്ഥിതിയൊക്കെ ഉണ്ടായെന്നൊക്കെ വസ്തുതയാണ്. പക്ഷേ അതും നിയന്ത്രിക്കാൻ അന്നത്തെ CPM നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. ബേക്കർ ജംഗ്ഷനിൽ വലിയ പ്രതിഷേധം, അത് ക്രമസമാധാന വിഷയമായി മാറുമ്പോൾ അവിടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി
പിണറായി വിജയൻ നേരിട്ടെത്തി അവിടെ സ്ഥിതിഗതി ശാന്തമാക്കിയിരുന്നു. അങ്ങനെ അപ്പോഴും അത് നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത്, ഒരു കഴിവ് അന്നത്തെ നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് പോകുമായിരുന്ന ഒരു സമരം അവസാനിപ്പിച്ചു? രണ്ട് കാരണങ്ങൾ അന്ന് ചൂണ്ടിക്കാണപ്പെട്ടു. ഒന്ന്, രാജിവെച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആര്? സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ വളരെ നേരത്തെ ഭൂരിപക്ഷത്തിൽ പോകുന്ന ഒരു സർക്കാർ, അതുകൊണ്ട് ആ സർക്കാർ വീണേക്കാം. എങ്കിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വി എസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത പിണറായി പക്ഷം അന്ന് നടത്തിയ ഒരു നീക്കമായി അതിനെ കാണുന്നവരുണ്ട്. അതിനും അപ്പുറത്തേക്ക് ടി പി കേസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങളും ആരോപണമായി ഉയർന്നു വന്നതാണ്. ടി പി കേസിൽ അന്വേഷണം CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക്, സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ അതിൽ പ്രതിചേർക്കപ്പെട്ടേക്കാമെന്ന വലിയ ആശങ്ക ഘട്ടത്തിൽ CPM-നുണ്ടായിരുന്നു. രാഷ്ട്രീയമായി അങ്ങേയറ്റം പ്രതിരോധത്തിലായിരുന്നു CPM സമരത്തിന് തൊട്ട് മുമ്പ് വരെ. അവിടേക്ക് പോകുമായിരുന്ന ഒരു അന്വേഷണത്തെ നിർത്താൻ, അല്ലെങ്കിൽ അത് അന്വേഷണം പാതിവഴിയിൽ അവസാനിപ്പിക്കാൻ CPM-ഉം കോൺഗ്രസ് നടത്തിയ ഒരു സമവായ നീക്കമാണോ? മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാം, ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ട, പകരം ഈ അന്വേഷണം ഇവിടെ നിലയ്ക്കണം എന്നൊരു ധാരണ ഉണ്ടായോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ അന്ന് ഉയർന്നതാണ്. ഇതിനൊക്കെ ഇനി വലിയ ശരി, അവിടെയാണല്ലോ അരുൺ ഈ മുഖ്യമന്ത്രി തിരിച്ചെത്തിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സോളാർ മാത്രമല്ല, സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന മഴക്കാലം എത്തുകയാണ്. സംസ്ഥാനത്ത് എത്രത്തോളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത്, തലസ്ഥാന നഗരി ഇനിയിപ്പോൾ കുണ്ടും കുഴിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് പാടം പോലെ അല്ലെങ്കിൽ വയലുകൾ പോലെയായി മാറാൻ തയ്യാറെടുക്കുകയാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. മഴയെത്തുമ്പോൾ അത് നമുക്ക് കാണാവുന്ന ഒന്നാണ്. നമ്മൾ തന്നെ അത് സീരിയസ് ആയി റിപ്പോർട്ട് ചെയ്തതാണ്. ഒപ്പം ആരോഗ്യ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കൈക്ക് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവം, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതിനിടയിൽ കൂടിയാണ് ഈ മുഖ്യമന്ത്രി തിരികെ എത്തുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണല്ലോ. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ, മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം മറുപടി കേൾക്കാൻ, വിശദീകരണം കേൾക്കാൻ കാത്തിരുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ സോളാർ തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ 3:15-നാണ് അദ്ദേഹം 22 എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പിന്നീട് 20-ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെ 20-ാം തീയതി എത്തുമെന്ന പ്രതീക്ഷ ആണ് മൊത്തത്തിലുണ്ടായിരുന്നത്. മന്ത്രിമാരും അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് വെളുപ്പിന് 2 ദിവസം നേരത്തെ തിരുവനന്തപുരം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ ഔദ്യോഗികമായ വിദേശയാത്രകൾ കഴിഞ്ഞു വന്നാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പതിവാണ്. എന്താണ് ഔദ്യോഗിക യാത്രയിൽ ഈ അവിടെ സംഭവിച്ചത്, എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാന നേട്ടമുണ്ടായെന്നൊക്കെ വിശദീകരിക്കും. പക്ഷേ ഇത്തവണ അതിന് മാറ്റമുള്ളത് ഔദ്യോഗിക യാത്രയിൽ തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരം വാർത്താ സമ്മേളനം നടത്തണമെന്ന നിർബന്ധമില്ല. പക്ഷേ അദ്ദേഹം ഇത്തരം നിരവധി വിഷയങ്ങളിൽ മറുപടി പറയാനുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിരവധി വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയേക്കാം. ഒരുപക്ഷെ ഇന്നാകില്ല, അത് തിങ്കളാഴ്ച ഒരു പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് സംസ്ഥാനത്ത് വീണ്ടും വാർഡ് പുനർനിർണ്ണയങ്ങളിലേക്ക് പോകും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അതിർത്തികൾ, വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നു, വാർഡുകളുടെ എണ്ണം കൂടുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം തിങ്കളാഴ്ച ചേരുന്നുണ്ട്. ഒരുപക്ഷെ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായി ഇതുവരെയും മുഖ്യമന്ത്രി ഓഫീസിൽ ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ കാണാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഫലം അറിഞ്ഞ ശേഷം അതിൻ്റെ വിശകലനങ്ങളുമാകാം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. ഏതായാലും മുഖ്യമന്ത്രി തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഈ വിവാദം തന്നെയാണ്. സോളാർ എന്ന ഇടതുമുന്നണി ഏറ്റവും അഭിമാനമായി കാണുന്ന, ഏറ്റവും ശക്തമായ തയ്യാറെടുപ്പുകളോടെ ഇടതുമുന്നണി നടത്തിയ ഒരു സമരം ഒത്തുതീർത്തു. രാഷ്ട്രീയ എതിരാളികളുമായി ചർച്ച ചെയ്ത് ഒത്തുതീർത്തു. അത് ഇന്നലെ തിരുവനന്തപുരം പറഞ്ഞനുസരിച്ചാണെങ്കിൽ സമരത്തിനും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിച്ചു. എത്രത്തോളം വിശ്വാസ്യത ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന കാര്യമൊക്കെ വ്യക്തമാക്കേണ്ടത് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ സമരം തുടങ്ങുന്ന തലേ ദിവസം തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. കാരണം സമരം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക ഇടതു നേതൃത്വത്തിനും സർക്കാരിനും ഉണ്ടായിരുന്നു. വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ പിടിവാശി മാത്രമാണ് ഈ സമരമെന്ന് അന്ന് CPM-ന്റെ അരമന രഹസ്യങ്ങൾ, AK സെൻറ്ററിൻ്റെ അതീവ രഹസ്യങ്ങൾ, അടുക്കള രഹസ്യങ്ങളൊക്കെ അറിയാമായിരുന്ന ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുമ്പോൾ, അതിനപ്പുറത്തേക്ക് പല നേതാക്കൾക്കും സമരത്തെക്കുറിച്ച് ആശങ്കയുണ്ടായെന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും അങ്ങനെ ഒരു സമരം തുടങ്ങുന്ന മുമ്പ് ഐതിഹാസിക സമരമെന്ന് ഇപ്പോഴും ഇടതുമുന്നണി അവകാശപ്പെടുന്ന, CPM അഭിമാനത്തോടെ കാണുന്ന സമരം അവസാനിപ്പിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ ധാരണ എത്തിയിരുന്നു, അല്ലെങ്കിൽ ആലോചന എത്തിയിരുന്നു എന്നൊക്കെയുള്ള ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവരുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് തീർച്ചയായും മുഖ്യമന്ത്രിയിൽ നിന്ന് കൂടി ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ നിന്ന് അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ സ്ഥിതിയിലല്ല. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇത് കൃത്യമായ മറുപടി പറയേണ്ടത്. മറ്റൊരാൾ MK പ്രേമചന്ദ്രനാണ്. ഈ പല പ്രധാനപ്പെട്ട പല നീക്കങ്ങളിലും ഒരു പ്രധാന പോയിന്റ് ആയിരുന്ന ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തെ കൊണ്ട് ആളുകളും ഇതുവരെ പ്രതികരണവുമായി വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, നമുക്ക് തീർച്ചയായും ഇന്ന് അത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിരവധിയായ വിഷയങ്ങൾ, അതോടൊപ്പം വിവാദങ്ങൾ, ഇതിനിടയിലാണ് മുഖ്യമന്ത്രി തിരികെ എത്തിയിട്ടുള്ളത്. അതിനിടെ ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ്
ഒരു പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു അവർ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് അത് മാറ്റിവെച്ചു. ലഹരി ഗുണ്ടാ മാഫിയ സംഘത്തിന് മുമ്പിൽ മുട്ടുമടക്കി മുഖ്യമന്ത്രി നാട് വിട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ക്ലിഫ് ഹൗസിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഡമ്മി സ്ഥാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുക. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തിരികെ എത്തിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമരം മാറ്റിവെക്കാൻ ഇനിയും മാറ്റിവെക്കുമോ എന്നതിൽ വ്യക്തതയില്ല. അതിനുള്ള സാധ്യത കുറവാണ്. പ്രതിഷേധം നടക്കാൻ തന്നെയാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കോഴിക്കോടാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം സ്വീകരിച്ച നിലപാട് ഈ യോഗം ചർച്ച ചെയ്യും. സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. പൊതുവെ വിജയസാധ്യതകൾ, തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യത, അതോടൊപ്പം തന്നെ എത്രത്തോളം ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ സമഗ്രമായി ഇന്ന് യോഗം ചർച്ച ചെയ്യും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സോളാറുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് എന്ന്, അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോഴും പ്രതികരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകൾ കൂടി പരിശോധിക്കുകയും അതിന്റെ എല്ലാ വിശദാംശങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം നടപടികളിലേക്കും പോയി. പക്ഷേ അതൊന്നും കരുതാതെയല്ലേ അവർ സമരത്തിനുള്ള ആളുകളെ എല്ലാവരെയും കൊണ്ടുവന്നത്. കേരളം ഒട്ടുകൊള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഇറക്കി തിരുവനന്തപുരത്ത് ചുരുങ്ങിയ സൗകര്യത്തിൻ്റെ മധ്യത്തിലെ വലിയൊരു വമ്പൻ സമരം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിട്ടത്. ആ പദ്ധതിയിട്ട് അവരാളുകളെ കൊണ്ടുവന്നു. നന്നായിട്ട് ആളുകളുടെ, പക്ഷേ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കണ്ടീഷൻ സെക്രട്ടേറിയറ്റ് ഒരു ഗേറ്റ് തുറന്നേ മതിയാവും. അതൊരു കാലത്തും അടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. കണ്ടോൺമെൻറ്റ് ഗേറ്റ് പുന്നൻ റോഡിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ടോൺമെൻറ്റ് ഗേറ്റ് തുറന്നിടും. ബാക്കി സമരം ചെയ്യണമെന്നുള്ള ആളുകൾക്ക് ബാക്കി ഗേറ്റുകളിൽ അവർക്ക് ചെയ്യാം. നോർത്ത് ഗേറ്റ് ഉണ്ട്, സൗത്ത് ഗേറ്റ് ഉണ്ട്, YMCAയുടെ പടിക്കുള്ള ഗേറ്റ് ഉണ്ട്. അവിടെയൊക്കെ സമരം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ റെഗുലറായിട്ട് മന്ത്രിമാർ, സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അവരെല്ലാം വന്നു പോകുന്ന ഒരേ ഒരു ഗേറ്റ്, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരു കാര്യം ചോദിക്കട്ടെ, അതിൽ ഇന്നലെ തന്നെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, VS അച്യുതാനന്ദന്റെ നിർബന്ധപ്രകാരമാണ് ഈ ഒരു സമരം തന്നെ ഉണ്ടായത്. സമരം തുടങ്ങുന്ന മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കാൻ CPM-ലെ മറ്റ് പ്രമുഖ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹപ്രകാരമുള്ള ഡിമാൻഡ് ചാർട്ടിൽ അത്തരം ഒരു ആഗ്രഹം പ്രകടമായിരുന്നു. അത് കണ്ടൊരാളാണല്ലോ. ഇല്ല, ഇത് രണ്ട് ഭാഗത്താണ്. ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാകാം. ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ അവർ നീങ്ങിയിട്ടുണ്ടാകും. അതൊന്നും എനിക്കറിയില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതും ശരിയല്ല. അത് അവരുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരെടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനത്തെ സ്വാധീനിച്ചത് ആരാണ് എന്നുള്ളത് ആ പാർട്ടിയിൽപ്പെട്ടവരാണ്. CPM അണികളോടൊരു മറുപടി പറയണമെന്ന് തന്നെയാണോ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ? CPM അവരുടെ അണികളോട് മറുപടി പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായിട്ടും CPM അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. അവർ CPM ആളുകൾ അത് വിശദീകരിക്കേണ്ടി തന്നെ വരും. അവർ യഥാർത്ഥത്തിൽ വലിയ മുന്നൊരുക്കൽ നടത്തി അവസാനം വന്നിട്ട് അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അതിൻ്റെ കാരണം എന്താ? മുന്നൊരുക്കം വലുതായി നടത്തിയെങ്കിലും ദീർഘകാലം നിൽക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അവിടെ വന്നെത്തുന്ന എത്രയോ ആളുകൾ അവർക്കെല്ലാവർക്കും കൂടി എന്തെങ്കിലും സൗകര്യമുണ്ടോ? അപ്പോൾ അസൗകര്യങ്ങളുടെ മധ്യത്തിലാണ് സത്യം പറഞ്ഞാൽ ആ സമരം തുടരാൻ അവർ തീരുമാനിച്ചത്. എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമില്ല. കാരണം അത് സമരം നടത്തേണ്ട ആളുകളും അവരുടെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്, അവരുടെ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾക്കൊരു ഭാഗമുണ്ട്. ഞങ്ങളുടെ ഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രമുഖ ഡിമാൻഡ്. ഇംപോസിബിൾ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിനുശേഷം അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമുക്കെന്താ ബുദ്ധിമുട്ട്? നമ്മൾ ആലോചിക്കില്ല എന്ന് പറയാമോ? കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരെല്ലാവരും കൂടി ചേർന്ന ആ ഒരു മുന്നണി ഒരു സമരം നടത്തി
ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നാൽ ആ ഡിമാൻഡിനെ കുറിച്ച് ആലോചിക്കും. അതിനുശേഷം മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ. ആ സമരം സത്യം പറഞ്ഞാൽ ഒരാലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞു. അത് ആ സമരം തീർന്നില്ലേ? അപ്പൊ സമരം ആരംഭിക്കും. സമരം അഡ്ജസ്റ്റ്മെന്റ് ആണ് നടന്നത് ആരുമായിട്ടുള്ള ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെയ്തതെന്ന് ആലോചിച്ചോ? ഞങ്ങൾ എന്തുദ്ദേശിച്ചോ ഒക്കെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ ഡിമാൻഡൊക്കെ അവരുടേതാണ്, സമരം അവരുടേതാണ്. പക്ഷേ ഒരു മുന്നണി എന്നുള്ള നിലയിൽ, UDF എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യത്തിൽ തന്നെ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള കർമ്മരാസ്. പക്ഷെ അവരൊരു പ്രതിസന്ധിയിലായപ്പോൾ സർക്കാർ സഹായിച്ചില്ലേ? ഫലത്തിൽ അങ്ങനെയല്ലേ ആ സമരം ഒത്തുതീർന്നത്? അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? അല്ലല്ല, അവര് പ്രതിസന്ധിയിലായി എന്നുള്ളത് സമ്മതിച്ചല്ലോ. സോളാർ സമരത്തിൽ ഇപ്പോഴും ഈ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ആവർത്തിക്കുക തന്നെയാണ്. സർക്കാരിൻ്റെ സ്റ്റാൻഡും നീക്കവും എന്താണോ അത് വിജയിക്കുന്ന സാഹചര്യം ആണ് അന്ന് ഉണ്ടായത്. തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്താണോ അതുപോലെ കാര്യങ്ങൾ നടന്നു. അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നുവെങ്കിൽ പകരം അവർക്ക് നൽകിയ ഓഫർ എന്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജുഡീഷ്യൽ അന്വേഷണം എന്നതൊക്കെ അന്ന് സോളാർ വിവാദം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി അംഗീകരിച്ചൊരു പശ്ചാത്തലമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ സമരം അവസാനിച്ചു വളരെ പെട്ടെന്ന് എന്ന് തിരുവഞ്ചൂർ സമ്മതിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ ആയിരുന്നില്ല അത് എന്നാണ് തിരുവഞ്ചൂർ ആവർത്തിക്കുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകൾ ഉൾപ്പെടെ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇയാൾ ഈ പ്രതി ഇത്തരത്തിൽ പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമം ഈ പെൺകുട്ടിക്ക് നേരെ നടത്തിയത്. അതിനുശേഷം ആഭരണം, ഈ കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന ആഭരണം ഊരിയെടുക്കുകയും അതിനുശേഷം അവിടെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുമാണ്. ഇത്രയും നീചമായ ഒരു സംഭവം നടത്തിയ പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. ഇതിൽ പ്രധാനമായും പോലീസിനെ കൊടുക്കുന്നത് ഈ ദൃശ്യം അത്ര വ്യക്തമല്ലെങ്കിലും ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി നേരത്തെ നൽകിയ ഒരു മൊഴിയുണ്ട്. അതായത് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള 30 വയസ്സിന് ഏകദേശം താഴെ വരുന്ന ഒരാളാണെന്ന് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും പോലീസിന് ഈ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. ഒപ്പം ഈ ദൃശ്യവും ഇതെല്ലാം കൂടിയാണ് ഇയാളിലേക്ക് എത്തുന്നത്. ഏതായാലും ഇയാൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇയാളെ ഈ സ്ഥലത്ത് നിന്നും കാണാതായിരുന്നു. അതാണ് ഇയാളിലേക്ക് എത്താൻ മറ്റൊരു കാരണമായത്. പിന്നീട് ഇയാൾ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആ ബന്ധു വീട്ടിൽ നിന്ന് കസ്റ്റഡിയെടുത്തു ഇയാളെ. പിന്നീട് ഇയാളെ കുറിച്ച് അറിയുമ്പോൾ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 8ലധികം കേസുകൾ ഇയാൾക്കുണ്ട്. ഇയാൾ നേരത്തെയും ഒരു പെൺകുട്ടിയെ കൊച്ചിയിലെ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും വിവരമുണ്ട്. മാത്രമല്ല മുളക് പൊടി വിതറി അതിക്രമം നടത്തിയ പടന്നക്കാട് വെച്ച് നടത്തിയ കേസിലെ പ്രതി. ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. മാത്രമല്ല ഇയാൾ ഒരു ലഹരിക്കടിമയാണ്. ലഹരി കടത്ത് സംഘത്തിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ ദിവസം ആയിരുന്നു കൈക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം ഒരു കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ നടത്തിയത്. അത് വലിയ തോതിൽ ആരോഗ്യ കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നിരവധി വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ തുടർച്ച ഇന്നും ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനു മുമ്പ് അന്തർദേശീയ തലത്തിൽ ലോക വാർത്തകൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഇപ്പോഴും ഗസയിൽ ആക്രമണം തുടരുകയാണ്. അവിടെ ഭക്ഷണത്തിനും മരുന്നിനും ഒന്നും ശേഷിയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ആണ് വിവിധ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നത്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ. കണക്കുകൾ അനുസരിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പോലും 6 ലക്ഷത്തോളം പലസ്തീൻകാർ ആ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടെയാണ് ഗാസയ്ക്ക് ആശ്വാസമായി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മരുന്നും ഭക്ഷണവുമായി എത്തിയത്. ഈ മരുന്നിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വിതരണം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇസ്രായേൽ ടാങ്കിൽ അബദ്ധത്തിൽ വെടിയേറ്റ് ഇസ്രായേലിൻ്റെ തന്നെ 5 സൈനികർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൃഷ്ണേന്ദു നായർ നൽകും. ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ മെയ് 11 മുതൽ UN-ന്റെ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് സുരക്ഷ മുൻനിർത്തി UN ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷണ വിതരണം നിർത്തുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖാൻ യൂനിസ്, ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ പരിമിത തോതിൽ ഭക്ഷണം എത്തിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ റഫ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം അടച്ചത് കാരണം ഭക്ഷണത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് US സഹായഹസ്തം നീട്ടിയിരിക്കുന്നത്.
ഗസയിലേക്ക് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുകയായിരുന്നു. US നിർമ്മിച്ച താൽക്കാലിക തുറമുഖത്തിലൂടെയാണ് ഈ വിതരണം നടക്കുന്നത്. ഭക്ഷ്യ വിതരണത്തിനൊപ്പം മറ്റ് സഹായങ്ങളും ഇതുവഴി നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ $32 കോടി ചെലവിട്ടാണ് ഈ താൽക്കാലിക തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും 33,000 പേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് എത്തിച്ചതെന്ന് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. US എയ്ഡുമായി ചേർന്ന് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ഗസയിൽ എത്തിച്ചിരിക്കുന്നത്. പോഷക സമ്പുഷ്ടമായ ഫുഡ് ബാറുകൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള 11,000 പേർക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളാണ് എത്തിച്ചിരിക്കുന്നത്. 33,000 പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് എക്സിലൂടെയാണ് ജോ ബൈഡൻ അറിയിച്ചത്. ഇസ്രായേലുമായി ചേർന്ന് കരമാർഗം ബാക്കി സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ജോ ബൈഡൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഗസയിൽ ബുധനാഴ്ച രാത്രി മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അബദ്ധത്തിൽ പരസ്പരം വെടിയുതിർത്ത് ഇസ്രായേൽ സൈനികർ മരിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. വടക്കൻ ഗസയിലെ ജബലിയിലാണ് സംഭവം നടന്നത്. ഇസ്രായേൽ സേന അബദ്ധത്തിൽ സ്വന്തം സൈനികരെയാണ് വധിച്ചിരിക്കുന്നത്. ഈ വെടിവയ്പിൽ മറ്റ് 7 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗസയിൽ ഇത്തരത്തിൽ മരുന്നും ഭക്ഷണവുമൊക്കെ എത്തിക്കുമ്പോൾ അവിടുത്തെ യുദ്ധക്കെടുതി നേരിടുന്നവർക്ക് വലിയ ആശ്വാസമാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. ഇവിടെ മരുന്നിനൊന്നും ക്ഷാമമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ച് ആരോഗ്യ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അടക്കം വന്ന വാർത്തകൾ ഒന്നും തന്നെ നമുക്ക് അഭിമാനകരമായ ഒന്നല്ല. അതോടൊപ്പമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടന്നത്. ആ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മെഡിക്കൽ കോളേജ് ഇത്തരത്തിലൊരു അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ നാവിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട്. ഈ നാക്കിന് കെട്ടുണ്ടാവുക എന്നൊക്കെ പ്രാദേശികമായി പറയാറുണ്ട്. അങ്ങനെ നാക്കിന് കെട്ടുണ്ടായാൽ ഭാവിയിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയാറുള്ളത്. അങ്ങനെയുള്ള തകരാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് സൂപ്രണ്ടിനോട് പോലീസ് ആവശ്യപ്പെട്ട കാര്യം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇതിപ്പോൾ ഒരു തരം നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലേക്ക് പോകുന്നു സംഭവം എന്ന് വേണമല്ലോ അനുമാനിക്കാൻ. കൈക്ക് സർജറി നടത്തേണ്ട കൊച്ചിന് നാവിന് സർജറി നടത്തുന്നു, അതിനുശേഷം പറയുന്നു നാവിന് പ്രശ്നമുണ്ടായിരുന്നു എന്നൊക്കെ. ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കിയാലും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇത് അറിയണ്ടേ എന്താണ് ചികിത്സിക്കുന്നത് എന്ന്. അതവർ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ആ റിപ്പോർട്ടുകളിൽ എവിടെയും ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായില്ല. ഇതൊരു തരം രക്ഷപ്പെടുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന റിപ്പോർട്ടായി കണക്കാക്കേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയ ശേഷം ഈ കുട്ടിയുടെ കുടുംബം ചോദിച്ചപ്പോൾ തന്നെ ഡോക്ടർ ഈ കുടുംബത്തോട് പറഞ്ഞത് കുട്ടിയുടെ നാക്കിന് അടിയിൽ ഒരു കെട്ടുണ്ട്, ആ കെട്ട് മുന്നോട്ട് പോയാൽ കുട്ടിക്ക് സംസാര വൈകല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ ശസ്ത്രക്രിയ ചെയ്തു എന്നാണ്. പക്ഷേ പിന്നീട് കുടുംബത്തിന്റെ യാതൊരു അനുമതിയും വാങ്ങാതെയാണ് അത്തരമൊരു ശസ്ത്രക്രിയ നടത്തിയതെന്ന കാര്യം കൃത്യമായിരുന്നു. അതിൽ ഡോക്ടർ നൽകിയ വിശദീകരണം ആശയവിനിമയത്തിൽ ഒരു തകരാറുണ്ടായി എന്നതാണ്. പക്ഷേ ഇതൊരിക്കലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ദഹിക്കുന്നതല്ല. കാരണം നമ്മൾ ഒരു പ്രശ്നവുമായി, ഒരു ന്യൂനതയുമായി ആശുപത്രിയിലേക്ക് ചെല്ലുക, ആ ന്യൂനത പരിഹരിക്കാതെ മറ്റൊരു ന്യൂനതയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഡോക്ടർ ഈ വിശദീകരണമാണ് നൽകിയത്. ഇതിനുശേഷം ഇങ്ങനെ ഒരു പിഴവ് തനിക്ക് പറ്റിപ്പോയി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് കത്ത് നൽകി. തുടർന്ന് ഭാവിയിൽ കുട്ടിക്ക് യാതൊരു വിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതൊരു വലിയ വിവാദമായി മാറിയതോടെ കുടുംബം സൂപ്രണ്ടിനും പോലീസിനും ഒക്കെ പരാതി നൽകുന്ന ഒരു നടപടിയിലേക്ക് മാറുകയായിരുന്നു. ഇതിനുശേഷമാണ് ആരോഗ്യമന്ത്രി സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടത്. സൂപ്രണ്ട് അന്വേഷണം നടത്താൻ പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ അന്വേഷണ നടപടികളുടെ ഭാഗമായാണ് ഡോക്ടർ ജോസഫ് ജോൺസനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത്. ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുട്ടിക്ക് നാക്കിന് തകരാറുണ്ട്, അല്ലെങ്കിൽ നാക്കിനടിയിൽ കെട്ടുണ്ടോ എന്നാണ് പറയുന്നത്. പക്ഷെ നേരത്തെ കുട്ടിയുടെ കുടുംബം നമ്മളുമായി നേരത്തെ ഈ ഡോക്ടർ തന്നെ ക്ഷമാപണം നടത്തിയതാണല്ലോ തെറ്റുപറ്റിയെന്ന്. അപ്പോൾ പിന്നീട് ഈ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന് ഡോക്ടർ സമ്മതിച്ചതിന് ശേഷം കുട്ടിക്ക് നാവിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് സൂപ്രണ്ട് റിപ്പോർട്ട് നൽകുകയാണല്ലോ. ഡോക്ടർ അന്ന് ക്ഷമാപണം നടത്തിയെങ്കിലും ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. ആദ്യം ഈ ഡോക്ടർ ഇത് പറയുന്നു, ഇതിൽ വിശദീകരണമായി നൽകുന്നു. പിന്നീട്
ഡോക്ടർമാരുടെ സംഘടന ഇത്തരത്തിൽ ഈ കുട്ടിക്ക് ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഡോക്ടർ വളരെ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തിയെന്നൊക്കെയുള്ള ന്യായീകരണമായി രംഗത്ത് വന്നിരുന്നു. അതിന് കുടുംബം കൃത്യമായി മറുപടി നൽകിയിരുന്നു. കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള സംസാര വൈകല്യമില്ലായിരുന്നു, കുട്ടിയുടെ നാക്കിനടിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നവർ ആണയിട്ട് പറയുന്നു. ഇതിൽ മറിച്ച് അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയാണ് ഇത്തരമൊരു നീക്കം നടത്തേണ്ടത്. പക്ഷേ അത്തരമൊരു യാതൊരു അറിയിപ്പും കൊടുക്കാതെ നടത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹം, യോജിക്കാൻ കഴിയുന്നതുമല്ല. എന്തായാലും ഈ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഈ കുട്ടിയെ വിശദമായി പരിശോധന നടത്തിയാൽ മാത്രമേ ഈ കുട്ടിക്ക് ഇത്തരത്തിൽ നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഈ ശസ്ത്രക്രിയ നടത്തിയുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട പരാതിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഒരു മെഡിക്കൽ ബോർഡിന്റെ ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ആരോഗ്യ കേരളത്തിന് നാണക്കേടാണ് എങ്കിൽ കേരളത്തിന് ഒന്നാകെ നാണക്കേടായ മറ്റൊരു സംഭവമായിരുന്നു പന്തീരാങ്കാവിൽ ഗാർഹിക പീഡനത്തിന് ഒരു പെൺകുട്ടി ഇരയാക്കപ്പെട്ടു എന്നുള്ളത്. അതും വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു. ഈ കേസിലെ പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജർമ്മനിയിലുള്ള രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് നാട്ടിലെത്തിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും അനീഷ് കുമാർ തന്നെയാണ് ചേരുന്നത്. അനീഷ്, ഈ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ച പശ്ചാത്തലമുണ്ട്. എങ്ങനെ പ്രതിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ? അഭിലാഷ്, പോലീസിന്റെ കൈവശം എത്തിയ അല്ലെങ്കിൽ പോലീസ് മൊഴിയെടുത്ത് വിട്ട ഒരു പ്രതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ആദ്യ ദിവസങ്ങളിൽ പ്രതി എവിടെയാണ് എന്ന് പോലും പോലീസിന് അറിയില്ലായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് പ്രതി തന്നെ ഒരു വീഡിയോ സന്ദേശത്തോട് താൻ വിദേശ രാജ്യത്താണ് എന്ന് പറയുകയും പ്രതിയുടെ കൂട്ടുകാരൻ മാങ്കാവ് സ്വദേശിയായ രാജേഷ് എന്നയാളെ ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ പ്രതി ജർമ്മനിയിൽ എത്തി എന്ന സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തത്. രാജേഷിനൊപ്പമാണ് ബംഗളൂരു വരെ പ്രതി പോയത്. അവിടെ നിന്നും സിംഗപ്പൂരിൽ നിന്ന് ജർമ്മനിയിലേക്കും പോവുകയാണ് ചെയ്തത്. ഈ രാഹുലിന് ജർമ്മൻ പൗരത്വമുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അനായാസമായി ഈ ബ്ലൂ കോർണർ നോട്ടീസും യെല്ലോ കോർണർ നോട്ടീസും ഒന്നും ഇറക്കിയാൽ പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒക്കെ ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ പ്രതിയെ എത്തിക്കാൻ കഴിയൂ. പക്ഷേ അത് അത്ര അനായാസമായ പ്രക്രിയ അല്ലെന്ന് പോലീസ് തന്നെ പറയുന്നു. അങ്ങേയറ്റം സങ്കീർണമായ ഒരു പ്രക്രിയയായി ഇത് മാറുകയാണ്. നിലവിൽ ഈ പ്രതിക്ക് ഒളിവിൽ പോകാൻ ഒത്താശ ചെയ്ത സുഹൃത്തായ രാജേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകുകയുണ്ടായി. ഈ പ്രതിയുടെ രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ എതിരെ കേസെടുത്ത് ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കുറ്റത്തിന്. പക്ഷേ അവരെ ചോദ്യം ചെയ്യലിനായി കിട്ടിയില്ല. കാരണം ഇന്നലെ അമ്മ ഈ ശാരീരിക അസ്വസ്ഥതകളുണ്ട്, രക്തസമ്മർദ്ദം ഉയർന്നു എന്ന കാരണത്താൽ ആശുപത്രിയിൽ ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവർ ആശുപത്രിയിൽ നിന്നും വരുന്ന മുറയ്ക്ക് മൊഴിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം ഈ സ്ത്രീധന പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെയുള്ള കേസിൽ ഇവരെ കൂടി പ്രതി ചേർക്കുന്നതിനുള്ള ആലോചനകളുണ്ടാവും. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളും ഉടൻ ചെയ്യും. പ്രാഥമികമായി അവരെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. നേരത്തെ ഇവരുടെ വീട്ടിലെ CCTV DVR അടക്കം പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയുടെ ഒക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതി ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിയെ നാട്ടിലെത്തിക്കുക തന്നെയാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും കൈക്കൊള്ളും എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. കോഴിക്കോട് നിന്ന് കേരളത്തിൽ സജീവ ചർച്ചയായിട്ടുള്ള രണ്ട് വാർത്തകൾ, ആ രണ്ട് വാർത്തകളിന്മേലുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ആണ് MS അനീഷ് കുമാർ നൽകിയത്. എങ്കിൽ നമ്മൾ നേരത്തെ രാഷ്ട്രീയ വാർത്തകൾ വിശദമായി പരിശോധിച്ചു പോയതാണ്. അതിനിടയിലായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായത്. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റൊരു വാർത്ത കൂടി ശ്രീജിത്തിന് നൽകേണ്ടതുണ്ട്. അത് വീക്ഷണം മുഖപ്രസംഗത്തിന് എതിരെ കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിഷവീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് എന്നും പ്രതിച്ഛായ വിമർശിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നും ആത്മാഭിമാനമുള്ള ആരും UDFിലേക്ക് തിരികെ പോകില്ലെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെ വിമർശനങ്ങൾ ആണ് ഉന്നയിക്കപ്പെടുന്നത്? ഗുരുതരമായ ആരോപണങ്ങളാണ്. അതായത് വീക്ഷണത്തിനൊരു കടുത്ത ഭാഷയിൽ തന്നെ മറുപടി പറയുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രമായ പ്രതിച്ഛായ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ ഫലത്തിൽ ക്ഷണിക്കുന്ന നിലയിലായിരുന്നു വീക്ഷണത്തിന്റെ ലേഖനം ഉണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ആത്മാഭിമാനമുള്ള ആരെങ്കിലും UDFിലേക്ക് മടങ്ങിപ്പോകുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ മുഖപ്രസംഗം തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകമാണ്. അങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതുക, തൊട്ടു പിന്നാലെ VD സതീശൻ അത്
അത് നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുക, ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമമാണ് വീക്ഷണത്തിന്റെ ലേഖനത്തിൽ ഉള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ചരൽക്കുന്ന് പ്രസംഗത്തിൽ തന്നെ KM മാണി UDF നേതാക്കൾ തന്നെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, LDF-ൽ എത്തിയ ശേഷമുള്ള അവരുടെ നേട്ടങ്ങളും അവർ നേരത്തെ പോലെ ചൂണ്ടിക്കാട്ടുകയാണ്, എടുത്തു പറയുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും KM മാണി UDF രൂപീകരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും വളരെ ചെറുപ്പക്കാരായിരുന്നു. അതായത് വള്ളി നിക്കർ പോലും ഇട്ടിട്ടില്ല എന്നുള്ള പരിഹാസവും ഉന്നയിക്കുകയാണ് വീക്ഷണം. എന്തായാലും വീക്ഷണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടിയുമുണ്ട്. പ്രത്യേകിച്ച് ഈയൊരു സമയത്ത് അല്ല ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകേണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിയട്ടെ, അപ്പോൾ അറിയാം ആരൊക്കെ ഇവിടൊക്കെ ഉണ്ടാകും എന്നുള്ളത്. LDF-ൽ തൃപ്തിയാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ തൃപ്തിയാണ്, അവരങ്ങനെ നിന്നോട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പറയാൻ കഴിയില്ല, മറ്റൊരു നിലപാടും എടുക്കാൻ ഇതിന് ശേഷമുള്ള കാര്യം എന്തെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നത്. അഭിലാഷ്. റൈറ്റ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് നൽകിയത്. നമുക്ക് തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ വിവാദങ്ങൾ, രാഷ്ട്രീയ വാർത്തകൾ, അതിൽ നിന്ന് വീണ്ടും തിരികെ എത്തേണ്ടതുണ്ട്. അപ്പോൾ കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ ആര് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ഒരാൾ പ്രതിക്കൂട്ടിലാണെങ്കിലും അയാൾ തന്നെയാണോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശാസ്ത്രീയമായ തെളിവുകളുടെ ഭാഗമായുള്ള DNA പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ആണ്. അത് അറിയാം ഇടവേളയ്ക്ക് ശേഷം. മാഡം, കേസുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിയാണ് ഈ സംഭവം നടത്തിയതെന്നും ഏതായാലും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും ഇതിൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രതിയുടെ കൃത്യമായ കോടതിയിൽ മറ്റ് തെളിവുകൾ ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ ശേഖരിച്ച് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാൻ വേണ്ടി പോലീസ് കാത്തുകയാണ്. അത് എത്തിയാൽ ഉടൻ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. നിലവിൽ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഇയാൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഇവിടെ ഇപ്പോഴും പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. അവരെത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിനീചമായ ഒരു അതിക്രമത്തിന്റെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ പ്രതി 2 മണിക്കും 2:30-ക്കുമുള്ളിൽ ഈ വീട്ടിലേക്ക് കുട്ടിയെ എടുത്തുകൊണ്ടുപോകാനായി ഇത്തരത്തിൽ അതിക്രമത്തിനായി എത്തുന്ന ദൃശ്യമാണ് ഇത്. ഈ കുട്ടിയുടെ വീട്ടിന് സമീപത്ത് തന്നെയുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്ന അതേ ആളാണോ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം അതേ ആളാണ് ഇപ്പോൾ ഈ ഹോസ്ദുർഗ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ ഉള്ളത്. കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ DNA പരിശോധനാ ഫലം ഇന്ന് കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജുവാണ് ചേരുന്നത്. ബൈജു, ഇതിലിപ്പോൾ ഈ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അപ്പോഴും ഒരു പ്രതിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിന് ശാസ്ത്രീയമായ തെളിവുകളാണ് ഇതിപ്പോൾ അവലംബിക്കേണ്ടി വരുന്നത്. ഈ DNA പരിശോധനാ ഫലം ഇതിൽ എത്രത്തോളം നിർണായകമാണ്? അഭിലാഷേ, ഈ കേസിൽ ഇതുവരെ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ബുധനാഴ്ചയാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം ഇന്ന് ശനിയാഴ്ചയായിരിക്കുന്നു. പക്ഷേ പോലീസിന് ഇതുവരെ യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങൾ ഉള്ളതാണ് യഥാർത്ഥ പ്രതി. പക്ഷേ
ഈ പ്രതിയാണോ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത് എന്നതാണ് പോലീസിന് കണ്ടെത്തേണ്ടത്. ഏതായാലും ഇപ്പോൾ സംശയിച്ച് കസ്റ്റഡിയിലുള്ള ആൾക്ക് ഏതായാലും ഈ സാഹചര്യ തെളിവുകളെല്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ DNA പരിശോധനാ ഫലം ഇന്ന് വരാനുണ്ട്. അത് വളരെ നിർണായകമാണ്. ഇയാൾ ഇതുവരെ കുറ്റം സംബന്ധിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റം ചെയ്ത് താനാണെന്ന് ഇയാൾ സമ്മതിച്ചിട്ടില്ല. ഇയാൾ നേരത്തെ നിരവധി കേസുകളിലെ പ്രതിയാണ്. ബംഗളൂരുവിലേക്ക് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. ഈ കേസുകളിലൊക്കെ ഇയാൾക്ക് വാറന്റ് ഉണ്ട്. ഏതായാലും ഈ DNA പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. ഇനി ഇയാൾക്ക് ഈ DNA പരിശോധനാ ഫലം അനുകൂലമായാൽ ഈ കേസ് മറ്റ് കേസുകളിൽ, അതായത് വാറന്റ് കേസുകളിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ കേസിൽ യഥാർത്ഥ പ്രതി ആര് എന്ന കാര്യത്തിൽ ചോദ്യചിഹ്നം ഉയരുന്നു. എന്തായാലും ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയും ചെയ്ത ഒരു കേസാണ്. ഈ പരിസര പ്രദേശത്തുള്ള ആൾ തന്നെയാണ് ഈ കേസിലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ 25 അംഗ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വളരെ പ്രഗത്ഭമായി നേരത്തെ നിരവധി കേസുകൾ തെളിയിച്ച ഉദ്യോഗസ്ഥർ ഈ ടീമിലുണ്ട്. എന്തായാലും പ്രതിയെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്നില്ല. ഈ DNA പരിശോധനാ ഫലം നിർണായകമാണ്. ഇന്ന് ഈ DNA പരിശോധനാ ഫലം കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ലഭിച്ചാൽ മാത്രമേ ഈ കേസിൽ ആരാണ് പ്രതി അല്ലെങ്കിൽ മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കൂ. നമുക്ക് വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇത് മാറും. DNA പരിശോധന ഫലം പുറത്തു വരുന്നതോടെ ആ ഘട്ടത്തിൽ വീണ്ടും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നത് സിറ്റി പോലീസ് കമ്മീഷണർമാർക്ക് വീഴ്ച പറ്റിയെന്ന് DGP. സിറ്റി പോലീസ് കമ്മീഷണർമാരുടെ യോഗത്തിലാണ് വിമർശനം ഉന്നയിക്കപ്പെട്ടത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ SP-ക്കുമാണ് വിമർശനം. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, കേരളത്തിൽ ഗുണ്ടകൾ സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് ആവർത്തിച്ച് ന്യൂസ് 18 പറഞ്ഞിരുന്നു. നമ്മുടെ ചർച്ചകളിൽ ഉൾപ്പെടെ ഗുണ്ടാ നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതിനെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ട്രോളുകളൊക്കെ വന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ടെലിവിഷൻ ചാനലിന്റെ ചർച്ചയിൽ പോലും ഇരിക്കാൻ ഗുണ്ടാ നേതാക്കൾക്ക് സാധിക്കുന്നു. അതാണ് സാഹചര്യം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ വാർത്തകളും റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്ന സാഹചര്യമല്ലേ ഇപ്പോഴുണ്ടാകുന്നത്? വിനോദ്, തുടർച്ചയായി നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. ഗുണ്ടകൾ കേരളത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നത് നമ്മുടെ വാർത്തകളെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെയല്ലേ വിമർശനം? തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. DGP വിളിച്ച ഓൺലൈൻ യോഗത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിമാർക്കുമെതിരെയുള്ള വിമർശനം ഉണ്ടായത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഈ 3 കമ്മീഷണർമാർക്കും ആ വിമർശനം ഏൽക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ആ തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനും ഏൽക്കേണ്ടി വന്നു. ഗുണ്ടകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായി ചെയ്ത വാർത്തകൾ, പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ വിളയാട്ടം, അവിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, ആക്രമണം, അവരുടെ ഫോൺ കോളുകൾ, കൊട്ടേഷൻ നൽകിയതിൻ്റെ വിശദാംശങ്ങൾ ഗുണ്ടകൾ തന്നെ അത് വെളിപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ആളുകൾക്കുള്ള ആശങ്ക വലിയ തരത്തിൽ ഈ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം, അത് നേരത്തെ തന്നെ കൊലപാതക കേസിൽ പ്രതികളായവർ ജാമ്യത്തിലിറങ്ങി അതിക്രൂരമായി നേരത്തെ നടത്തിയ 2019 കൊലപാതകം, അതിന് സമാനമായ രീതിയിൽ അതിക്രൂരമായി നടത്തിയ കൊലപാതകം, ഇതെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ DGP ഇങ്ങനെ ഒരു യോഗം വിളിക്കുമ്പോൾ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് അല്ലെങ്കിൽ ഗുണ്ടകളുടെ തേർവാഴ്ചയാണെന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. ഗുണ്ടകളുടെ കേന്ദ്രമായി കൊച്ചി മാറി എന്ന ഒരു പരാമർശം, അത് കൃത്യമായി കൊച്ചി സിറ്റി പോലീസിനുള്ള വിമർശനമാണ്. ലഹരി വസ്തുക്കളുടെ വ്യാപനവും അതിൻ്റെ വിതരണവും വിൽപ്പനയും ഒക്കെ തന്നെ കൊച്ചിയെ പിടിമുറുക്കിയിരിക്കുന്നു. അവിടെ ഗുണ്ടകളെ അമർച്ച ചെയ്തതിനുള്ള കൃത്യമായ നടപടികൾ വേണം. തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ വലിയ തോതിൽ അമർച്ച
ഗുണ്ടകളെ ഒതുക്കാനുള്ള നടപടികൾ അധികാരികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം. ഈ തരത്തിലുള്ള നിർദ്ദേശം. കോഴിക്കോട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിരലിലെ ശസ്ത്രക്രിയ മാറി നാവിൽ ശസ്ത്രക്രിയ ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് DGPയെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിന് നൽകിയത് DGPയെ വലിയ തോതിൽ ദേഷ്യം പിടിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് കോഴിക്കോട് റൂറലിലും ആ തരത്തിലുള്ള ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിലെ വീഴ്ച. ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ കാര്യമായി ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ വിജയിച്ചു. അവിടെ പോലീസിന്റെ ശക്തമായ നടപടിയുണ്ടായി എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ യോഗത്തിൽ ചില ഉദ്യോഗസ്ഥർ അവരുടെ ക്യാമറ ഓഫ് ചെയ്തു വെച്ചതും DGPയെ ചൊടിപ്പിച്ചു. അതിലും അദ്ദേഹം അവരെ സഹായിക്കുന്ന ഒരു നിലയുണ്ടായി. ഏതായിരുന്നാലും ഈ നിലയ്ക്കൊക്കെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ ആഗ് നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഓരോ പദ്ധതികൾ കൊണ്ടുവരാറുണ്ട്. അത് കുറച്ച് ദിവസമുണ്ടാകും, പിന്നീട് തണുത്ത് ആറും. ആ നിലയ്ക്ക് പോയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. അതിപ്പോൾ വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിരവധി ഗുണ്ടകൾ പിടിയിലാകുന്ന സാഹചര്യമുണ്ട്. കാപ്പ ചുമത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവരെ റിമാൻഡ് ചെയ്യുന്നു, കരുതൽ തടങ്കലിലേക്ക് പോകുന്നു. ആ നിലയ്ക്ക് 2000-ലധികം ഗുണ്ടകൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. ഓരോ ദിവസവും ശരാശരി ഒരു 300 പേർ എങ്കിലും പോലീസിന്റെ പിടിയിലാകുന്നുണ്ട്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, കാപ്പ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. വികാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ന്യൂസ് 18 പറഞ്ഞു വെച്ചത്. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുമ്പോൾ നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ഇക്കാര്യം വിശദമായി പരിശോധിക്കാം. വീഴ്ച സമ്മതിക്കുക മാത്രം ചെയ്താൽ പോരാ, അത് ആവർത്തിക്കാതിരിക്കാനുള്ള ആർജവം കൂടിയാണ് പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള രോഗവ്യാപന സാധ്യത കൂടുതലാകുന്ന സാഹചര്യത്തിൽ വൺ ഹെൽത്ത് എന്ന ആശയം അടിസ്ഥാനമാക്കി ആരോഗ്യ നയത്തിൽ മാറ്റം വരുത്തും എന്നും മന്ത്രി വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് എറണാകുളം ജില്ലയിൽ വലിയ തോതിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇനിയിപ്പോൾ ഈ പകരുന്നത് തടയുക എന്നതിനാണല്ലോ ഊന്നൽ നൽകേണ്ടത്. ഏത് നിലയിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ? അഭിലാഷ, എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോൾ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നു. വേങ്ങൂര് ഇപ്പോൾ കളമശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു പലയിടങ്ങളിലും പകർച്ചവ്യാധി മഞ്ഞപ്പിത്തം പകരാനുള്ള സാധ്യത വലിയ തോതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു മുൻകരുതൽ സ്വഭാവങ്ങളിലേക്ക് എല്ലായിടത്തും തന്നെ നടപടികൾ സ്വീകരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നമ്മളുള്ളത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിലാണ്. ഇത് വ്യാപകമായി ഇവിടേക്ക് മാലിന്യങ്ങളടക്കം കൊണ്ടുചെന്ന് തള്ളുന്ന ഒരിടം കൂടിയാണ് ഈ ഭാഗത്തെല്ലാം തന്നെയും. ഇത് വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികൾക്കടക്കം കാരണമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ ഒരു ഉറവിടങ്ങളിലേക്കെല്ലാം തന്നെ ചെല്ലാൻ ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും അധികൃതർക്ക് സമയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരെ ആ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത് ഇപ്പോഴാണ്. പക്ഷേ ഇതേപോലെ കൊണ്ടുചെന്ന് തള്ളുന്ന ഇടങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് പൊതുജനങ്ങൾ കൂടി അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് സംസ്കരിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അടക്കം ഇത് നടപ്പാക്കുന്നുണ്ട്. പക്ഷെ അവയോടൊന്നും സഹകരിക്കാതെ പലപ്പോഴും ഇത്തരം ഇടങ്ങൾ, പൊതു ഇടങ്ങളെല്ലാം തന്നെയും മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്നു എന്നതാണ്. ഈ പരിസരങ്ങളിൽ തന്നെ നിരവധിയായ ഈ ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ ഇപ്പോൾ ആരോഗ്യ വിഭാഗവും അടക്കം നടത്തി വരികയുമാണ്. എന്തായാലും നഗരസഭ കളമശ്ശേരിയിൽ 28 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 11 പേർ രോഗവിമുക്തി നേടിയെന്നടക്കം പറയുന്നുണ്ട്. ഇപ്പോൾ കളമശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വ്യാപകമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അടക്കം നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ അതേ നഗരസഭ ഏകോപിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ രീതിയിൽ പലയിടങ്ങളിലും ഇവിടെ മാത്രമല്ല, എന്നീട് റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എല്ലായിടത്തും
ഈ രീതിയിൽ വലിയ രീതിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങളാണ്, പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ജില്ലയിൽ പലയിടത്തും ഈ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ നടക്കുന്നു. കളമശ്ശേരി നഗരസഭയിൽ 28 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് ഇതിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ കുറെ കൂടി കാര്യക്ഷമമാക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ വഴിയോരങ്ങളിൽ വിൽപ്പന നടത്തുന്ന ഐസ് അടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇതാ കാലവർഷം ഇങ്ങോട്ട് എത്തുകയാണ്. ഇനി 10-12 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വരുത്തി അല്ലെങ്കിൽ നടത്തി എന്ന് കാട്ടിക്കൂട്ടുന്ന തരത്തിലാകരുത് ശുചീകരണം. കൊച്ചി നഗരത്തിൽ അടക്കം വലിയ മാലിന്യ കൂമ്പാരങ്ങളാണ്, ഓടകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ ദിവസങ്ങളിൽ ഇത്തരം പ്രകടനങ്ങളല്ല ഉണ്ടാകേണ്ടിയിരുന്നത്. സമയമുണ്ടായിരുന്നു, കടുത്ത ചൂടുകാലമുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഇത് വൃത്തിയാക്കാൻ സമയം അവസരവും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് കഴിയുന്നത്ര വ്യക്തി ശുചിത്വം പാലിക്കുക. മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ജാഗ്രത തുടരുക. വാർത്താസമ്പന്നമായ ഒരു ദിനത്തിലേക്ക് കടക്കുന്നു. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.